അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടെ ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകൾ വരുന്നുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഈ മാസം ആദ്യം യുഎസ് വെനിസ്വേലയിൽ നടത്തിയ സൈനിക നീക്കത്തെക്കാൾ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി. ആണവായുധങ്ങൾ സംബന്ധിച്ച് കരാർ ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത യുഎസ് ആക്രമണം വളരെ മോശമായിരിക്കുമെന്നുമാണ് ട്രംപ് ഇറാന് നൽകുന്ന താക്കീത്. ഇറാനെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ ജാഗ്രതയോടെ ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി. അതേസമയം സംഘർഷം വ്യോമഗതാഗതത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് UAEയുടെയും ഒമാന്റെയും അതിർത്തി പ്രദേശത്തിനോട് ചേർന്നാണ്. അലയിലെ അൽഹിലിയാണ് ഇത്. ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് ഒമാന്റെ അതിർത്തി പ്രദേശം. അപ്പോൾ ഈ UAE ആണെങ്കിലും തൊട്ടടുത്തുള്ള ഒമാൻ ആണെങ്കിലും അതേപോലെ തന്നെ സൗദി അറേബ്യ, ഇങ്ങനെ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ മണ്ണോ വിണ്ണോ കടലോ, ഭൂമിയോ ആകാശമോ കടലോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നലെ UAE ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സൗദി അറേബ്യയുടെ കിരീടാവകാശി അദ്ദേഹം ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു ഈ ഒരു വിഷയത്തിൽ. തങ്ങളുടെ ആകാശമോ ഭൂമിയോ കടലോ ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഉള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എന്നതിനെ വിശേഷിപ്പിക്കാം. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഒരു സംഘർഷം, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണിയും മുന്നറിയിപ്പും ഒക്കെ വരുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഗൾഫ് മേഖലയിലെ വ്യോമയാന രംഗത്ത് ഒരു ആശങ്കയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിന്റെ ഭാഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനങ്ങൾ പല ഭാഗത്തേക്കുള്ളത്, പ്രത്യേകിച്ച് ഇറാനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊക്കെ ഇൻഡിഗോ റദ്ദാക്കിയിട്ടുണ്ട്. അത് അസർബൈജാൻ പോലെയുള്ള അല്ലെങ്കിൽ കസക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന്. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു വിമാന സർവീസിനെയും ഇപ്പോഴത്തെ സംഘർഷം ബാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ എമിറേറ്റ്സിന്റെ വൈസ് ചെയർമാനൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് തങ്ങളെ ഒരു വിധത്തിലും ഇപ്പോഴത്തെ സംഘർഷം ബാധിച്ചിട്ടില്ല. ജാഗ്രത പാലിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലേക്കുമുള്ള സർവീസുകളിൽ, പക്ഷേ ഒരിടത്തേക്കുമുള്ള സർവീസ് നിർത്തിവെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പല കാനഡയിൽ നിന്നുള്ള സർവീസുകളൊക്കെ ഇടയ്ക്ക് ഇറാനിലേക്കുള്ളതൊക്കെ നിർത്തിവെച്ചിരുന്നു. ചില രാജ്യങ്ങൾ അത് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വ്യോമയാന രംഗം അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത്.